ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. CPM-നെ കുറിച്ച് പലപ്പോഴും പിണറായി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഇത്തരത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്? സാക്ഷാൽ AKGയെയും EMS-നെയും പോലും ശാസിക്കുകയും അച്ചടക്ക നടപടിക്ക് വിധേയരാക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് CPM. ഏറ്റവും ഒടുവിൽ 1964 പാർട്ടി പിളർന്നപ്പോൾ ഇറങ്ങി വന്ന 32 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയായ ഏക സഖാവായ VS അച്യുതാനന്ദനെ ശിക്ഷണ നടപടിയെടുത്ത് PBയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് CPM. അന്ന് PB അംഗങ്ങളായിരുന്ന പിണറായി വിജയനും VS-ഉം തമ്മിൽ ഉണ്ടായ പരസ്യ വിഴുപ്പലക്കലിൻ്റെ ഭാഗമായി, മാധ്യമ വിചാരണകളുടെ ഭാഗമായിട്ടാണ് VS-നെയും പിണറായിയെയും PBയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇരുചെവിയറിയാതെ പിണറായി തിരിച്ച് PBയിൽ മടങ്ങിയെത്തി. VS-ന് പിന്നീട് ഒരിക്കലും PBയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. പോളിറ്റ് ബ്യൂറോ അംഗമെന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. ആദ്യകാല നേതാക്കൾ ആരൊക്കെയായിരുന്നു PB അംഗങ്ങൾ? EMS തുടങ്ങി E ബാലാനന്ദൻ, VS അച്യുതാനന്ദൻ തുടങ്ങിയ തലമുതിർന്ന നേതാക്കൾ, EK നയനാർ തുടങ്ങിയ പ്രഗത്ഭ നേതാക്കളായിരുന്നു, AKG തുടങ്ങിയ ആളുകളായിരുന്നു PB അംഗങ്ങൾ. ആ PBയിലെ ഇന്നത്തെ തലമുതിർന്ന അംഗമാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള ഭരണത്തിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാനോ വിമർശിക്കാനോ പാർട്ടിയിലെ മറ്റ് PB അംഗങ്ങളായ MA ബേബിയും A വിജയരാഘവനും അടക്കമുള്ള നേതാക്കൾ ആരും തയ്യാറല്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജയും AK ബാലനും ഐസക്കും EP ജയരാജനും എല്ലാം മൗനത്തിലാണ്. ഒന്നാം പിണറായി സർക്കാർ ഭരണം ഏറ്റെടുത്തപ്പോൾ പിണറായി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ജിഷ കൊലക്കേസ്, പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസ്, ജിഷ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ആ കേസ് അന്വേഷണത്തിൽ ഫലപ്രദമായ അന്വേഷണം നടത്തിക്കൊണ്ടാണ് പിണറായി ഭരണം ആരംഭിക്കുന്നത്. അന്ന് ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി പറഞ്ഞു, ഇനി കേരളത്തിൽ ഒരു പെൺകുട്ടിക്കും തലേണക്കടിയിൽ വെട്ടുകത്തി വെച്ചുകൊണ്ട് ഉറങ്ങേണ്ടി വരില്ല. ഇതായിരുന്നു കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കും എന്ന മട്ടിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന. ആ ഘട്ടത്തിലാണ്, അത് കഴിഞ്ഞ് പിന്നാലെയാണ് പ്രശസ്ത നടിയെ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. പ്രശസ്തനായ നടൻ ദിലീപ് ആ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. പൾസർ സുനി ആയിരുന്നു മുഖ്യപ്രതി. അപ്പോൾ അന്നുണ്ടായ ആരോപണം എന്താണ്? കാരണം ഈ നടിയെ അപമാനിക്കാനായി കൊട്ടേഷൻ കൊടുത്തു ഒരു നടിയെ രാത്രി സമയത്ത് തട്ടിക്കൊണ്ടുപോയി എന്നാണ്. നമ്മുടെ അന്തരിച്ചുപോയ MLA PT തോമസിനെയാണ് ഈ നടി ഈ വിവരം ആദ്യം അറിയിക്കുന്നത്. അന്ന് PT തോമസ് DGPയെയും മറ്റും ബന്ധപ്പെട്ട് നടത്തിയ സംയോജിതമായ ഇടപെടലാണ് ആ കേസിൻ്റെ അന്വേഷണത്തിനും മറ്റും വഴിവെച്ചത്. ആ കേസിൻ്റെ സ്ഥിതി എന്തായി? ദിലീപ് അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങി. വിവാദമായ ആ കേസുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവ് അത് കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കെ, സംരക്ഷണയിലിരിക്കെ ചില കോടതികൾ തന്നെ അത് കൈവശം വെക്കുകയും അത് കാണുകയും കോടതി ഉദ്യോഗസ്ഥർ അത് കാണുകയും ചെയ്തു എന്ന ആരോപണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, കോടതി ഉദ്യോഗസ്ഥർ എല്ലാം രഹസ്യമായി ആ CD കാണുകയായിരുന്നു. അപ്പോൾ കോടതി സംരക്ഷണത്തിലിരിക്കുന്ന ഒരു CD-ക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നീട് വന്ന സംഭവമാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസിനോ സർക്കാരിനോ അതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥയായിരുന്ന സ്വപ്ന സുരേഷ് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നു. സ്വപ്ന സുരേഷിൻ്റെ സഹപ്രവർത്തകർ അറസ്റ്റിലാവുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥനും അറസ്റ്റിലാവുന്നു. അദ്ദേഹം ഏതാണ്ട് 1 വർഷത്തോളം പല ഘട്ടങ്ങളിലായി ജയിലിലായിരുന്നു. സ്വപ്നയും വളരെ കാലം ജയിലിലായിരുന്നു. അപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ അന്ന് മുഖ്യമന്ത്രി പിണറായി നടത്തിയ മറ്റൊരു പ്രസ്താവനയായിരുന്നു, ഭരണത്തിൻ്റെ ഇടനാഴിയിൽ പല അവതാരങ്ങളും വരും, അവരെ സൂക്ഷിക്കണം. മുഖ്യമന്ത്രിയുടെ ആളുകളാണെന്ന് പറഞ്ഞ അവതാരങ്ങൾ വരും, അങ്ങനെയുള്ള അവതാരങ്ങളെയൊന്നും വിശ്വസിക്കരുത്, അവരെ ജനങ്ങൾ തിരിച്ചറിയണം. പക്ഷേ സ്വപ്നയടക്കം എത്ര അവതാരങ്ങളാണ് ഈ ഘട്ടത്തിൽ വന്നുപോയത്. സ്വപ്ന സുരേഷ് എന്ന സ്ത്രീയുടെ പേര് പറയാൻ പോലും ആദ്യഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി മടിച്ചു. അവസാനം സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിക്ക് അറിയുമോ എന്നതായി തർക്കം. ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇവർ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അവസാനം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. വാർത്താ സമ്മേളനങ്ങളിൽ വിവാദ സ്ത്രീ എന്ന മട്ടിലായിരുന്നു ആദ്യഘട്ടങ്ങളിൽ സ്വപ്നയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. കോവിഡ് കാലത്ത് എല്ലാവർക്കും യാത്രാ നിയന്ത്രണം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഒളിവിലായിരുന്ന സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോലീസിൻ്റെ സഹായത്തോടെ പോവുകയും ആ സന്ദർഭത്തിൽ ഒരു സന്ദേശം, വീഡിയോ സന്ദേശം ജനങ്ങൾക്ക് വേണ്ടി അയക്കുകയും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അന്ന് സ്വപ്നയുടെ ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കലായിരുന്നു സഖാക്കളുടെ പ്രധാന പരിപാടി. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ജയിലിൽ വെച്ച് ചില ഉദ്യോഗസ്ഥർ തന്നെ നിർബന്ധിച്ചു എന്ന മട്ടിൽ സ്വപ്നയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടു. അതായിരുന്നു പിന്നീട് വിവാദം. അവസാനം എന്തു വന്നു? ആ ശബ്ദ സന്ദേശം കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരാണ് പുറത്തുവിട്ടതെന്നായിരുന്നു ആരോപണം. അതിൻ്റെ പേരിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റംസിനെ കുറിച്ച് അന്വേഷണം നടത്തി. അത് വിവാദമായി. ആ കേസ് കോടതിയിലെത്തി. പിന്നീട് നാം കാണുന്നത് സ്വപ്ന സുരേഷ് അതുവരെ ന്യായീകരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കും എതിരെ പരസ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർ കടത്തിലും അടക്കം എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്കടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനടക്കം പങ്കുണ്ട് എന്ന മട്ടിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തി. പാലക്കാട് വെച്ച് സ്വപ്ന നടത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുകയും മൊബൈൽ പിടിച്ചെടുക്കുകയും എല്ലാം ഉണ്ടായി. അന്ന് ADGP ആയിരുന്ന അജിത് കുമാർ, അന്ന് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിരുന്നു. വിജിലൻസ് ഡയറക്ടർ നേരിട്ട് ഈ സംഭവത്തിൽ ബന്ധപ്പെട്ടു എന്ന ആരോപണം ഉയർന്നു. അപ്പോൾ അതൊരു ഗൂഢാലോചനയാണെന്നും ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ, സ്വപ്ന നടത്തുന്നത് ഗൂഢാലോചനയാണെന്നും ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മുൻ മന്ത്രിമാരായ കടകംപള്ളിക്കെതിരെയും തോമസ് ഐസക്കിനെതിരെയും സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെയും പോലും സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ കേസ് കൊടുക്കാൻ പലരും പറഞ്ഞു. പക്ഷെ കേസ് കൊടുക്കാൻ തയ്യാറായില്ല. മാനനഷ്ടത്തിനും കേസ് കൊടുക്കാവുന്നതാണ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ഈ മുൻ മന്ത്രിമാരെ അവർ വിമർശിച്ചത്. അപ്പോൾ MV ഗോവിന്ദൻ ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാനായി ബാംഗ്ലൂരിലേക്ക് സ്വപ്നയെ കാണാൻ ഒരു പ്രതിനിധിയെ അയച്ചു എന്നുള്ള അലിഗേഷൻ പുറത്തു വന്നു. അതിനെതിരെ MV ഗോവിന്ദൻ മാത്രമാണ് മാനനഷ്ടത്തിന് ഒരു കേസ് തലശ്ശേരി കോടതിയിൽ ഫയൽ ചെയ്തത്. ഇത്തരത്തിൽ അവതാരം എന്ന് പറഞ്ഞ സ്വപ്നയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി. ഈ സ്വപ്നയെ തളയ്ക്കാനായി സോളാർ കേസിലെ വിവാദ നായികയെ പോലും രംഗത്തിറക്കേണ്ട ഗതികേടിലേക്ക് ഈ ഇടതുമുന്നണി മാറി. ഇങ്ങനെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ദുർഗന്ധമുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിനെയും അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന IAS പുറത്താക്കിയതോടെ ആ ദുർഗന്ധമെല്ലാം മാറി, ഇപ്പൊ സുഗന്ധമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. അതുപോലെ മന്ത്രിയായിരുന്ന AK ബാലനും അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന മട്ടിൽ സംസാരിച്ചിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് കള്ളക്കടത്ത് സ്വർണവും ഡോളറും കൈമാറിയത് ആരാണെന്ന് തനിക്കറിയാമെന്നും മറ്റും കൈരളിയിലെ ചർച്ചയിൽ പറഞ്ഞു. അങ്ങനെ സ്വപ്നയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടത്തിയ 3 മുൻ മന്ത്രിമാരാണ് AK ബാലനും G. സുധാകരനും
തോമസ് ഐസക്കും. യാദൃച്ഛികമാകാം, ആ രണ്ടുപേർക്ക് മത്സരിക്കാനുള്ള ടിക്കറ്റ് പോലും പിന്നീട് ലഭിച്ചില്ല. കടകംപള്ളി മത്സരിച്ച് വിജയിച്ചെങ്കിലും ആ കടകംപള്ളിക്ക് മന്ത്രി സ്ഥാനം ലഭിച്ചുമില്ല. അപ്പോൾ തോമസ് ഐസക്കിനും ജി സുധാകരനും AK ബാലനും മത്സരിക്കാൻ ടിക്കറ്റ് പോലും ലഭിച്ചില്ല. അപ്പോൾ സ്വപ്നയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടത്തിയ CPM നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ഒരു വക്കീൽ നോട്ടീസ് പോലും മുഖ്യമന്ത്രിയോ കുടുംബമോ ഈ പറഞ്ഞ മന്ത്രിമാരോ അവർക്കെതിരെ നൽകാത്തത്? ഇവിടെ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉയർന്നു വന്ന പല ആരോപണങ്ങളിലും ഒരു മെല്ലെപ്പോക്ക്, ഒരു മൃദു സമീപനം ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം ഈ സ്വപ്ന സുരേഷ് ആരോ ആയിക്കോട്ടെ, പക്ഷേ അവർ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നോ? സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റിയ ഒരു ഉദ്യോഗസ്ഥയായിരുന്നോ? അവരെ ന്യായീകരിച്ചുകൊണ്ട് ഈ സർക്കാർ ആദ്യഘട്ടങ്ങളിൽ മുന്നോട്ട് വന്നിരുന്നില്ലേ? ഇതെല്ലാം ശരിയല്ലേ? അപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വനിതയ്ക്ക് അവരുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് അവർ കേരളം വിട്ട് ബാംഗ്ലൂരിലേക്ക് മാറി താമസിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ട് പ്രതിപക്ഷം എന്തുകൊണ്ട് അത് ഏറ്റെടുത്തില്ല? ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സോളാർ ആരോപണം ഉയർന്നപ്പോൾ പ്രതിപക്ഷമായിരുന്ന CPM, ഇടതുപക്ഷം, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ എന്തൊരു പിന്തുണയാണ് അവർക്ക് നൽകിയത്. അവർ പ്രതിപക്ഷം നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഭരണമാറ്റം പോലും സംഭവിച്ചത്. ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം, തോറ്റുപോകുന്ന അവസ്ഥ UDFന് സംഭവിച്ചത് ആ ഒരൊറ്റ ആരോപണത്തിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ, സ്പ്രിംഗ്ലർ ഇടപാട്, ലൈഫ് മിഷൻ അഴിമതി, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. പക്ഷേ ആ ആരോപണങ്ങളുടെ ഫോളോ അപ്പ്, ഇപ്പോൾ ലൈഫ് മിഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ശിവശങ്കർ അടക്കമുള്ള IAS ആ കേസിൽ പ്രതികളായി, സ്വപ്ന പ്രതിയായി. പക്ഷേ ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നടപടിയും CBI, കേസെടുത്ത CBIയും എടുത്തില്ല, EDയും എടുത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു മൃദു സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് ഈ സർക്കാരിന്, രണ്ടാം പിണറായി സർക്കാരിന് സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. മറ്റൊന്ന്, കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കണ്ടുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കരിങ്കൊടി കുത്തി പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന സംഘടനയുടെ പ്രതിനിധികളെ DYFIക്കാർ പരസ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുക. നവകേരള യാത്ര ആലപ്പുഴ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ഗൺമാൻ തന്നെ ഇറങ്ങി പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 യുവാക്കളെ മർദ്ദിക്കുന്ന കാഴ്ച പുറത്തു വന്നു. അങ്ങനെ എന്തെല്ലാം മനസാക്ഷിയെ നടുക്കുന്ന രംഗങ്ങൾ. നവകേരള യാത്ര എന്തിനായിരുന്നു? കാരണം സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയായിരുന്നു നവകേരള യാത്ര. ഇത് കണ്ടാൽ തോന്നുക ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും MLAമാരും എല്ലാം തന്നെ വെറും നോക്കുകുത്തുകളാണ്. ഈ മന്ത്രിമാർ ആരാണ്? MLAമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെയാണ് മന്ത്രിമാർ. അപ്പോൾ കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ജനങ്ങളെ കാണാൻ ഒന്നിച്ചു പുറപ്പെടേണ്ട കാര്യം എന്തായിരുന്നു? ഇവരാരും ജനങ്ങൾക്കിടയിലായിരുന്നില്ലേ താമസം? എന്നിട്ട് ആ നവകേരള യാത്രയിൽ കിട്ടിയ പരാതികളുടെ പേരിൽ എന്ത് നടപടിയെടുത്തു? എത്ര പരാതികൾ ലഭിച്ചു? എത്ര പരാതികളിൽ
പരിഹാരമുണ്ടായി? ഒന്നിനും മറുപടിയില്ല. നവകേരള യാത്രയുടെ പേരിൽ എത്രത്തോളം പണപ്പെരുവാണ് നടത്തിയത്? അതിനും മറുപടിയില്ല. കേരളീയം കൊട്ടിഘോഷിച്ച് നടത്തിയ കേരളീയം കൊണ്ട് എന്ത് ഔട്ട്കം ഉണ്ടായി? ഇതിനെക്കുറിച്ചൊക്കെ മൗനം പാലിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതിനെക്കുറിച്ച് പരിശോധിക്കാനും പഠിക്കാനുമായി CPM-ന്റെ ഉന്നത നേതാക്കൾ ജനറൽ സെക്രട്ടറി യെച്ചൂരിയും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗും നടക്കും. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് പരിഹാരം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല പരാജയത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രകാശ് കാരാട്ട് അടക്കമുള്ള ദേശീയ നേതാക്കളും പറയുന്നത് വളരെ ദുഃഖകരമാണ്, വളരെ ദയനീയമാണ് കേരളത്തിലെ തോൽവി. അത് പരിശോധിക്കും, നടപടികൾ എടുക്കുമെന്നാണ്. എന്താണ് നടപടികൾ? ആ നടപടികൾ എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം.